എന്നിട്ടുണ്ട് ബോംബെന്ന് കത്ത്. ആ മണിയേട്ടന്റെ ചിരിക്കണ്ട മണിയേട്ടന്റെ അമ്മയ്ക്കാണ് കത്ത്. അമ്മ ചിരിച്ചോളൂ. മണിയേട്ടന്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മണിയുടെ വീട്ടില്. ആ എന്നാ കൊടുത്തേരെ. കുട്ടി ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. ഉടനെ വീഴും. ആണ്ടോ മണിയേട്ടൻ അമ്മയ്ക്കാണ് എടുത്ത്. അമ്മ വീണോളും. ഇന്നും മണിയന്റെ എഴുത്തൊന്നുമില്ല. എനിക്ക് ഒരു സമാധാനവും ഇല്ല. അതാണ് ഇങ്ങോട്ട് വന്നത്. എന്താടോ ഇത്ര വെപ്രാളപ്പെടാൻ? അവന് പണിയൊന്നും ആയിട്ടുണ്ടാവില്ല. ആയ എഴുതാണ്ടിരിക്കുവോ? ഇതെന്താ അമ്മനെ ഓടി വരുന്നത്? ആ, അവള് വല്ല പുസ്തകം വെച്ച് മറന്നിട്ടുണ്ടാവും. അമ്മേ, മണിയേട്ടൻ എഴുത്ത്. എന്താ വിശേഷം? വായിക്കും മോളെ. പൊളിച്ചിട്ടില്ല, ഒന്ന് വേഗം വായിക്കേ. ഒന്ന് വേഗം പൊളിച്ച് വായിക്കും മോളെ. ശ്രീ ബോംബെ, എല്ലാരും കൂടി വായിച്ചറിയാൻ മണിയൻ എഴുതുന്നത്. എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല. ജോലി ആയിട്ടില്ല. ആർക്കും അസുഖമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇത്ര തന്നെ. വേഗം ഒരു മറുപടി എഴുത്, ഇന്ന് തന്നെ. ഇപ്പൊ തന്നെ ഇരുന്ന് എഴുതും മോളെ. എഴുത്. ഒരു ഊണ് കഴിക്കണം. മോളെ, മണിയൻ എന്താ ഇതിൽ എഴുതിയേക്കണം നോക്ക്. ആവശ്യം വന്നാൽ ഞാൻ ഇനിയും ചോദിക്കും. സ്വന്തം മണിയൻ. അല്ല, അവൻ ഇങ്ങോട്ടേക്ക് എന്തിനാ പണം അയച്ചേക്കുന്നത്? പാപ്പച്ച നേരെ ഒന്ന് അവിടെ നിന്നേ. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ? അല്ല, സംശയം ഇപ്പൊ വേണോ? ചുമ്മാ തിരിയുന്നേ. നമ്മുടെ ഈ മണിയനില്ലേ, അവൻ ഏതാണ്ടൊരു മരുന്ന് കമ്പനി ജോലിയാണെന്ന് പറഞ്ഞല്ലോ. അതെ, മരുന്ന് കമ്പനി. ചോദിക്കട്ടെന്നെ, ആ മരുന്ന് കമ്പനിയിലെ അവിടെ എന്താ ഉണ്ടാക്കുക? ആ മരുന്ന് കമ്പനി എന്തോന്നാ ഉണ്ടാക്കുന്നത്? കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി. എന്തോ ഒരു ചോദ്യമായിട്ട് കുഞ്ചിയമ്മേ. മരുന്ന് കമ്പനിയിൽ ഉണ്ടാക്കുന്നത് എന്തിനാടോ എന്നെ വിളിച്ചത്? ദേ, മണിന് 200 റുപ്യ അയച്ചേക്കണു. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നിയതാവോ? കടം വിട്ടതൊന്നും ആയിരിക്കില്ല. അവന്റെ കയ്യിൽ ജാസ്തി ഉണ്ടായിരിക്കും. അതിങ്ങോട്ട് അയച്ചതാവും. തന്റെ കയ്യിൽ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ ചോദിക്കുമല്ലോ. അയ്യപ്പന്റെ നീലിക്ക് ഒരു കത്തുണ്ട്. എന്റെ നീലിക്ക് കത്തോ? അതെ, മുല്ലയ്ക്കപ്പറമ്പിൽ നീലി, ഡോട്ടർ ഓഫ് അയ്യപ്പൻ. അതേടോ, തന്റെ മോക്ക് തന്നെ. എന്നാ കൊടുത്തേരെ. ഓക്ക് പാരാ കത്തെഴുതുന്നേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഈ എരിപൊരി വെയിലത്തോ? ഏതായാലും നോക്കാം. പ്രിയപ്പെട്ട ആത്മാവിന്റെ ആത്മാവേ. അയ്യോ, ഇത് ഏതോ മാവിനാണ്. എന്റെ മോക്കല്ല, സംശയമില്ല. ഐ ലവ് യു എന്നുവെച്ചാല് ഞാൻ നിന്നെ സംബന്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒടയാമ്പുരാനെ, മാവിനെയോ? ആരെഴുതിയാണ് ഈ എഴുത്ത്? അത് ഇതിനകത്തില്ല. എന്നാ എന്റെ മോക്കുള്ളതല്ല, വേറെ ആരെയോ മോക്കുള്ളതാണ്. കൊടുക്കട്ടെ? കൊടു. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാതി കന്തമാം പ്രഭാവമേ, നിന്നെ സ്വന്തമാക്കാൻ. വള്ളി കാലേ ചുറ്റി നിന്നെ ഒരുപാട് നാളാടാ ഞാൻ തപ്പി നടക്കുന്നു. എന്തിനാടാ തപ്പുന്നത്? അതെ, കണ്ണട കാണാനില്ല, സംഗതി ക്ലീൻ. നീ എല്ലാടാ ചെങ്കിരി എഴുത്തത്?
അയ്യോ എന്റെ അമ്മയാണ് ദൈവത്താണ് ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല സംഗതികളിൽ. സംഗതി എന്തിനാ എന്റെ കുട്ടിയെ ഇതൊക്കെ? ഞങ്ങൾ ഇനി എങ്ങോട്ടാ അവരും കെട്ടി പോവാൻ പോണേ? അമ്മേ, ഇത് അച്ഛനെ കൊണ്ടുവന്നാണ്. വയ്യാണ്ട് കിടക്കണവർക്ക് കൂടി കൊടുക്കാൻ പാടില്ല മോനെ. ഇതാർക്കാ? അമ്മണി വന്നില്ല അമ്മേ. അവള് പിന്നെ വരാണ്ടിരിക്കോ? അതേ ഒളിഞ്ഞു നിൽക്കുന്നു. നിനക്കെന്താ ഇത്ര നാളെ? ഇങ്ങോട്ട് വാ. അമ്മണി, എന്താ അതിൽ അമ്മണിയെ കാട്ടി കൊടുക്കണ്ട അമ്മണി? ഓ, അമ്മയുടെ അറിഞ്ഞില്ലേ അമ്മമാർ അമ്പലത്തിൽ പോയത്? പിന്നെ എന്തിനാ ചോദിക്കണേ? ബാലേട്ടനോ? ഇപ്പൊ അങ്ങാടിക്ക് പോയില്ലേ? പോകുമ്പോഴല്ലേ അവിടെ പഠിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരുന്നു. ബോംബെക്ക് ഞാൻ അവിടെ വെക്കാൻ അരി, പിന്നെ കിടക്കാനൊരു കിടക്ക അല്ലേ? അരി വെച്ച് ചോറുണ്ട്, കിടക്കയിൽ ഒറ്റ കിടത്തം. പാടില്ല. ഞാൻ ഇത്രയും കാലം കഴിഞ്ഞ് ബോംബെയിൽ വന്നിട്ട് ഒന്ന് തൊടാൻ കൂടെ സമ്മതിക്കില്ല അല്ലേ? വേണ്ട മണിയേട്ടാ.